സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചർച്ച നടത്തുമ്പോൾ ഗവർണർ കാര്യങ്ങൾ അംഗീകരിക്കുമെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതെല്ലാം ഗവർണർ മറക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോരുത്തർക്കും എന്തെല്ലാം അധികാരമാണ്, എന്തെല്ലാം ചുമതലകളാണ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് എന്ന് വളരെ പ്രഭാസ്തതയോടുകൂടി തന്നെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയ ആക്ടുകളും സ്റ്റാറ്റ്യൂട്ടുകളുമാണ് കേരളത്തിലെ സർവകലാശാലകൾക്കുള്ളത്. അത്തരം കാര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഏകാധിപത്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സർവകലാശാലകളിൽ നടക്കുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അക്കാദമിക് രംഗത്ത് വലിയ മുന്നേറ്റങ്ങളാണ് ഈ കാലയളവിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും ചർച്ച നടത്തുമ്പോൾ ഗവർണർ കാര്യങ്ങൾ അംഗീകരിക്കുമെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതെല്ലാം ഗവർണർ മറക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് മറികടന്ന് ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇത് എല്ലാവർക്കും അങ്ങനെയാണ്. എന്നിട്ടും ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ കോളേജുകളുടെ അവധിക്കാലം സംബന്ധിച്ച് മാറ്റാൻ ആലോചനയില്ലെന്നും പരാതി വരുമ്പോൾ പരിശോധിക്കാമെന്നും മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.